സംസ്ഥാന സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടികൾക്ക് ഇന്ന് തുടക്കമാകുന്നു എന്നതാണ്. ഫയൽ അദാലത്തുകൾക്ക് ഇന്ന് തുടക്കമാകുന്നു എന്നതാണ്. ഇന്നു മുതൽ ഓഗസ്റ്റ് മാസം 31-ാം തീയതി വരെ ഫയലുകൾ തീർപ്പാക്കുന്നതിനുള്ള യജ്ഞമാണ് ഫയൽ അദാലത്തുകൾ. വിവരങ്ങളുമായി അമൽനാഥ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എങ്ങനെയാണ് സർക്കാരിന്റെ ഫയൽ അദാലത്ത്, എന്താണ്, എങ്ങനെയാണത് ക്രമീകരിച്ചിരിക്കുന്നത്. അമൽ, ഫയൽ അദാലത്ത് അതായത് ഫയലുകൾ എത്രയും വേഗത്തിൽ തീർപ്പാക്കുക, തീരുമാനമെടുക്കുക എന്ന ഉദ്ദേശത്തോടെ സംഘടിപ്പിക്കുകയാണ്. ഇന്നു മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് അതിന്റെ നടപടിക്രമം എന്ന് പറയുന്നത്, അല്ലേ? മനു, തീർച്ചയായും തീരുമാനമെടുക്കാൻ ബാക്കിയുള്ള ഫയലുകൾ തീർപ്പാക്കുവാനുള്ള സർക്കാരിൻ്റെ അദാലത്തുകൾക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ആഗസ്റ്റ് മാസം 31-ാം തീയതി വരെയാണ് ഈ അദാലത്തുകൾ നടക്കുക. മെയ് 31 വരെയുള്ള ഫയലുകൾ അത് വേഗത്തിൽ പൂർത്തിയാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദാലത്തുകൾ നടക്കുന്നത്. അതിൽ മന്ത്രിമാരും അവരുടെ ഓഫീസും നേരിട്ടുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഈ അദാലത്തിനൊടുവിൽ സെപ്റ്റംബർ 20-ാം തീയതിക്കുള്ളിൽ തന്നെ അതിൻ്റെ അന്തിമ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറണമെന്നും ആണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ മുൻഗണനാ പദ്ധതികൾ, ഒപ്പം യുവജനങ്ങളുടെ തൊഴിൽ സാധ്യതാ പദ്ധതികൾ, കേന്ദ്ര സഹായം ലഭ്യമാക്കുന്ന ഒപ്പം തന്നെ വകുപ്പുകൾ രൂപീകരിക്കുന്ന പുതിയ നയങ്ങൾ, സ്കീമുകൾ, നടപ്പ് സാമ്പത്തിക വർഷം പൂർത്തിയാക്കേണ്ട വികസന പദ്ധതികൾ എന്നിവയ്ക്കൊക്കെയാകും മുൻഗണനകൾ നൽകുക എന്നുമാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒപ്പം വകുപ്പ് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ മുൻഗണനാ പട്ടിക തയ്യാറാക്കുകയും ചെയ്യും. ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന് പൊതുവായ മേൽനോട്ട ചുമതല നൽകിയാകും ഈ അദാലത്തുകൾ നടക്കുക എന്നാണ് അറിയുന്നത്. ഒപ്പം സ്പെഷ്യൽ അഡീഷണൽ ജോയിന്റ് സെക്രട്ടറി അവരുടെ പുരോഗതി വിലയിരുത്തലുകൾ അടക്കം നടക്കും. ഒപ്പം മന്ത്രിമാർ 2 ആഴ്ചയിൽ ഒരിക്കലായി ഈ അദാലത്തിൻ്റെ പുരോഗതി വിലയിരുത്തുകയും ചെയ്യും. ഇത്തരത്തിലാണ് അദാലത്ത് നടക്കുക. സെപ്റ്റംബർ 15-നുള്ളിൽ തന്നെ സെക്രട്ടറിമാർ മന്ത്രിമാർക്ക് ഈ ഫയലുകളുടെ വിവരം നൽകുകയും സെപ്റ്റംബർ 20-ന് ഉള്ളിൽ തന്നെ മുഖ്യമന്ത്രിക്ക് അതിൻ്റെ അന്തിമ റിപ്പോർട്ട് നൽകുകയും വേണം എന്നാണ് പറയുന്നത്. അത്തരത്തിലാകും അദാലത്തുകൾ നടക്കുക. ഒപ്പം തന്നെ മന്ത്രിതലം, ഉദ്യോഗസ്ഥതലം, താലൂക്ക് തലത്തിലൊക്കെയായി നടന്ന അദാലത്തുകൾ നിരവധി പരാതികൾക്കാണ് പരിഹാരം ലഭ്യമായിട്ടുള്ളത്. ഏകദേശം ലക്ഷക്കണക്കിന് പരാതികൾ ഇതുവഴി തീർപ്പാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെയും. അത്തരത്തിൽ ഈ ആഗസ്റ്റ് 31 വരെ നടക്കുന്ന ഈ ഒരു അദാലത്തിലും നിരവധി പരാതികൾ എത്രയും പെട്ടെന്ന് തീർപ്പാക്കുവാനുള്ള സജ്ജീകരണങ്ങളാണ് നിലവിൽ നടത്തിയിരിക്കുന്നത്. മനു, ശരി, ഓക്കെ, താങ്ക് യു അമൽ. അമലാണ് ഈ ഫയൽ അദാലത്തിന്റെ സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഓഗസ്റ്റ് 31 വരെ ഫയൽ തീർപ്പാക്കാനുള്ള നടപടികൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ ഫയൽ അദാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.